രാമാനുജചരിതം. പണ്ട് രാമാനുജൻ എന്ന പ്രസിദ്ധനായിരുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹം വേദശാസ്ത്രങ്ങളെ നല്ലവണ്ണം അറിഞ്ഞവനും ധർമാചാര തൽപരനുമായിരുന്നു. ആ ബ്രാഹ്മണൻ ഒരിക്കൽ ഗുരുമുഖത്തിൽ നിന്ന് ഒരു മന്ത്രത്തെ ഗ്രഹിച്ചു. ഈ മന്ത്രം വേഗത്തിൽ ഫലത്തെ തരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ മന്ത്രമൂർത്തിയുടെ സ്വരൂപം രാമാനുജന്റെ ഹൃദയത്തിൽ കണ്ടു. അനന്തരം തൻ്റെ ഗൃഹത്തിൽ വന്ന അർദ്ധരാത്രിയിൽ ജനങ്ങളെല്ലാവരും ഉറങ്ങിയിരിക്കുമ്പോൾ ആ മന്ത്രത്തെ ഉച്ചത്തിൽ ജപിച്ചു. അന്യന്മാരും ഈ മന്ത്രത്തെ ഗ്രഹിക്കട്ടെ, അവരും ഹരിയെ പ്രാപിക്കട്ടെ എന്നിങ്ങനെ വിചാരിച്ചിട്ടാണ് ഉറക്കെ ജപിച്ചത്. ആ സമയത്ത് ഉണർന്നിരുന്നവരെല്ലാവരും ആ മന്ത്രത്തെ ഗ്രഹിച്ചു. അവർ എല്ലാവരും ജ്ഞാനസമ്പന്നന്മാരായി ഭവിച്ചു. രാമാനുജൻ ഭക്തന്മാർക്ക് ആചാര്യനായി തീർന്നു. ഒരിക്കൽ രാമാനുജൻ 1000 ശിഷ്യന്മാരോടുകൂടി നീലാചലത്തിൽ ജഗന്നാഥസ്വാമിയെ ദർശിക്കാൻ പോയി. ശ്രീ പുരുഷോത്തമനെ കണ്ട് നമസ്കരിച്ചു. അവിടെയുണ്ടായിരുന്ന പൂജകന്മാരെ അനാചാരത്തോടുകൂടിയവരായി കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. ഇവിടെ എല്ലാ ജാതിയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുവല്ലോ, സദാചാരത്തെ നിലനിർത്തുവാനായി ഒരു മര്യാദ ഏർപ്പെടുത്താതെ കഴിയുകയില്ല എന്ന് തീർച്ചപ്പെടുത്തി. ഉടനെ രാമാനുജൻ തൻ്റെ ശിഷ്യന്മാരോടുകൂടി ചെന്ന് ആ പൂജകന്മാരെ പൂജാദ്രവ്യങ്ങളോടുകൂടെ ബലാത്കാരമായി പുറത്താക്കി. താൻ തന്നെ ഭക്തിയോടുകൂടെ ജഗന്നാഥസ്വാമിയെ പൂജിച്ച് വളരെ ആചാരത്തോടുകൂടെ നിവേദ്യവും മറ്റും ഉണ്ടാക്കി നിവേദിച്ചു. അന്നു രാത്രി രാമാനുജസ്വാമിയോട് ഭഗവാൻ സ്വപ്നത്തിൽ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ രാമാനുജ, എനിക്ക് ഈ അനാചാരത്തിലാണ് ആഗ്രഹമുള്ളത്. ഭക്തിയോടുകൂടി എനിക്ക് ആരെന്ത് തന്നാലും ഇഷ്ടമാണ്. അതുകൊണ്ട് ഭക്തന്മാരായിരിക്കുന്ന എൻ്റെ പൂജകന്മാരെ തന്നെ പൂജിക്കാൻ വരുത്തുക. നിന്റെ പൂജാ സാമാനങ്ങളെ എല്ലാം എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക. നീ ഇവിടെ വെച്ച് ആചാരകഥയൊന്നും പറയരുത്. ഇങ്ങനെ രാമാനുജൻ സ്വപ്നത്തിൽ കണ്ടിട്ടും തൻ്റെ ആചാരത്തെ വേദവിധിയെ അനുസരിച്ച് ഉപേക്ഷിച്ചില്ല. അനാചാരത്തിൽ ആഗ്രഹമുണ്ടായതും അനാചാരത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചതിന് ശ്രീഹരിക്ക് കോപമുണ്ടായതും അത്ഭുതം തന്നെ. 4 ജാതിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുവല്ലോ. ഞാൻ വേദോക്തമായിരിക്കുന്ന സദാചാരത്തെ മരിക്കുന്നത് വരെ ത്യജിക്കുകയില്ല എന്ന് രാമാനുജൻ ഉറപ്പിച്ചു. ഈ അവസരത്തിൽ ഭക്തവത്സലനായ ഭഗവാൻ ഗരുഡനെ വിളിച്ചു പറഞ്ഞു: നീ രാമാനുജൻ്റെ അടുക്കൽ പോയി, നിന്റെ ആചാരം ഇവിടെ ആവശ്യമില്ല. എൻ്റെ പൂജകന്മാർ തന്നെ എന്നെ പൂജിച്ചു കൊള്ളട്ടെ. ആചാരപ്രിയനായതുകൊണ്ട് നീ എനിക്ക് പ്രിയൻ തന്നെയാണ്, സംശയമില്ല. നിന്റെ മന്ത്രധ്യാനം കൊണ്ടും ഞാൻ നിനക്ക് വശഗതനാണ്. എങ്കിലും ഇവിടെ എൻ്റെ പൂജകന്മാർക്ക് എന്നിൽ ദൃഢമായ ഭക്തിയുണ്ട്. അതിനാൽ അവരുടെ അനാചാരവും എനിക്ക് സന്തോഷമാണ്. അതുകൊണ്ട് നീ സ്വദേശത്തിൽ പോയി സദാചാരത്തോടുകൂടി എന്നെ ഭജിക്കുക. എൻ്റെ സ്മരണം കൊണ്ട് തന്നെ നിനക്ക് സർവാഭീഷ്ടവും സിദ്ധിക്കും. ഇപ്രകാരം പറഞ്ഞ് അവനെ മോഹിപ്പിച്ച് ശിഷ്യന്മാരോടുകൂടി ഉറങ്ങിക്കിടക്കുന്നവനായ രാമാനുജനെ അവൻ്റെ ഗൃഹത്തിൽ കൊണ്ടുപോയി വിടണം. ഇങ്ങനെ ജഗന്നാഥസ്വാമിയുടെ വാക്കുകേട്ട് ഗരുഡൻ രാമാനുജൻ്റെ അടുക്കൽ പോയി. സ്വാമി പറഞ്ഞതെല്ലാം പറഞ്ഞു. അപ്പോൾ രാമാനുജൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു: ഞാൻ എന്തിനു വേണ്ടി ഇവിടെ വന്നുവോ അതെനിക്ക് കിട്ടി. ഞാൻ സ്മരിച്ച മാത്രയിൽ ഭഗവാൻ സന്തോഷിച്ചെൻ്റെ അഭീഷ്ടത്തെ തരുന്നുവെങ്കിൽ ഇവിടെ ഇരുന്നാലെന്ത്, ഗൃഹത്തിലിരുന്നാലെന്ത്, രണ്ടും സമം തന്നെ. അതുകൊണ്ട് നിശ്ചയമായും ഞാൻ പോവാം എന്ന് ഗരുഡനോട് പറഞ്ഞ് ശിഷ്യന്മാരോടുകൂടെ ഇറങ്ങിയപ്പോൾ ഗരുഡൻ രാമാനുജസ്വാമിയെ ശിഷ്യന്മാരോടുകൂടി ക്ഷണനേരം കൊണ്ട് അവരുടെ ഗൃഹത്തിൽ കൊണ്ടുപോയാക്കി ജഗന്നാഥപുരിയിലേക്ക് മടങ്ങി വന്നു. അനന്തരം പ്രഭാത സമയത്തിൽ ജഗന്നാഥപുരിവാസികളായിരുന്ന ജനങ്ങൾ രാമാനുജൻ രാത്രി പൊയ്ക്കളഞ്ഞുവെന്നറിഞ്ഞു. എല്ലാ പൂജകന്മാരെയും വരുത്തി സന്തോഷത്തോടുകൂടി ശ്രീ ജഗന്നാഥസ്വാമിയെ പൂജിപ്പിച്ചു. രാമാനുജൻ പ്രഭാത സമയത്തിൽ എഴുന്നേറ്റ് തൻ്റെ ഗൃഹത്തിലാണ് ഇരിക്കുന്നതെന്നറിഞ്ഞിട്ട് രാത്രിയിൽ സ്വപ്നം കണ്ടത് ശ്രീഹരി സത്യമാക്കി ചെയ്തുവല്ലോ, ഇത് ആശ്ചര്യം തന്നെ. ഭക്തിയുടെ മഹാത്മ്യം എല്ലാറ്റിലും ശ്രേഷ്ഠമായിട്ടുള്ളത് തന്നെ എന്നിങ്ങനെ വിചാരിച്ച് ശിഷ്യന്മാരോടുകൂടെ ഭക്തിയെ തന്നെ ആദരിച്ചു കൊണ്ടുവന്നു. ഹരിഭക്തിക്ക് ഉത്തമമായ വിശിഷ്ട അദ്വൈത മാർഗത്തെയും ശ്രീ രാമാനുജൻ സ്ഥാപിച്ചു.